യഷിന് ടോക്സിക്കിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് രാമായണമായിരിക്കും. കാരണം ഈ സിനിമയുടെ ട്രെയിലറിൽ യഷാണ് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത്. രൺബീർ കപൂർ ഒരു നിർവികാരതയാണ് എനിക്ക് തോന്നിയത് അയാളെ കണ്ടപ്പോൾ. പുള്ളിയുടെ അഭിനയമൊക്കെ ആരോ നിർബന്ധിച്ച് പുള്ളി അഭിനയിക്കാൻ വന്ന പോലെ എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഓക്കെ ആണ്. സായി പല്ലവി സീതയായിട്ട് ജസ്റ്റ് ഓക്കെ. ശൂർപ്പണഖയായിട്ട് വരുന്നവർക്ക് രകുൽ പ്രീത് സിംഗിന് കുറച്ചധികം ഭംഗി കൂടിപ്പോയോ എന്നൊരു സംശയം. ഈ സിനിമയുടെ ട്രെയിലർ മൊത്തത്തിലൊരു ആവറേജ് ഫീലാണ് എനിക്ക് തന്നെ. അതിന് കാരണം രാമായണം കുറെ തവണ പല സിനിമകളിലും കാണിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പാണ് ആദിപുരുഷ വന്നത്. അത് കഴിഞ്ഞ് ഇത്രയും ചെറിയ ഗ്യാപ്പിൽ വീണ്ടും രാമായണം തന്നെ വീണ്ടും കാണിക്കുന്നു. അത് കൂടാതെ പല സിനിമകളിലും രാമായണത്തിന്റെ റെഫറൻസ് ഇങ്ങനെ വരുന്നുണ്ട്. RRRൽ ആ റെഫറൻസ് വരുന്നുണ്ട്. രാമന്റെ വേഷം ഉടുത്തോണ്ട് രാംചരൺ വരുന്നു. പിന്നെ ഇറങ്ങാനിരിക്കുന്ന വാരണാസിയിലും ഇങ്ങനെ രാമായണത്തിനെ കാണിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. പിന്നെ സിംഗം 3 ആണെന്ന് തോന്നുന്നു, അതിലും രാമായണത്തിന്റെ റെഫറൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അജയ് ദേവ്ഗൺ രാമൻ, ഭാര്യയായിട്ട് വരുന്ന കരീന കപൂർ സീത, തട്ടിക്കൊണ്ടുപോകുന്ന അർജുൻ കപൂർ രാവണൻ, അങ്ങനെയൊക്കെ. ഇറങ്ങാൻ പോകുന്ന രാമായണം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലതവണ ഇങ്ങനെ സിനിമകളിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടും ഇതിനു മുമ്പ് പല റെഫറൻസുകൾ വന്നതുകൊണ്ടും ഇതിലൊരു പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അക്കാര്യത്തിൽ കൽക്കി ആണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത്. മഹാഭാരതത്തിന്റെ റെഫറൻസ് കൊണ്ടുവരികയും ചെയ്തു, എന്നാൽ അതിൽ കൽക്കിയുടെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കഥ അത് കാണാൻ ഒരു പുതുമയുണ്ടായിരുന്നു. ഈ സിനിമയിൽ എനിക്ക് അത്ര വലിയൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു പുതുമ ഒന്നും തോന്നുന്നില്ല. ആവറേജ് ഫീലാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ എന്ത് തോന്നി? കമന്റിൽ പറയൂ.